ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നമുക്ക് വീഡിയോ കാണാൻ പോകാം. ഗൈസ്, ഈ സ്പോട്ട് എന്ന് പറയുന്നത് നെടുമങ്ങാട് ടൗണിൽ നിന്നും ആര്യനാട് പോകുന്ന വഴിക്ക് ഇടത് സൈഡിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗാർഡൻ. അതാണ് നമ്മുടെ കളപ്പറ ഗാർഡൻ അഥവാ ഇൻഡോർ പ്ലാന്റ് ഗാർഡൻ. ഓക്കെ, കളപ്പറ ഇൻഡോർ പ്ലാന്റ് ഗാർഡൻ വളരെ മനോഹരമായിട്ടുള്ള ഇൻഡോർ പ്ലാന്റിൻ്റെ കളക്ഷനും മറ്റ് നമ്മുടെ ചെടികളും നല്ല മനോഹരമായിട്ടുള്ള ചെടികളും ഫലഭൂഷ്ടിയുള്ള നല്ല ഫലവൃക്ഷങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കുറ്റിച്ചെടികളെല്ലാമുള്ള നല്ലൊരു ഗാർഡൻ കേട്ടോ. ഈ വെച്ചിരിക്കുന്ന ചെടികളെല്ലാം നമ്മുടെ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ നല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് അകത്തോട്ട് കയറി അകത്തിരിക്കുന്ന കുറച്ച് ചെടികളൊക്കെ കാണാം. ഞാനും മീനുക്കുട്ടി ഇപ്പോൾ നിൽക്കുന്നത് ഒരു തോടിന് കുറുകെയുള്ള ഒരു കുഞ്ഞു പാലത്തിലാണ് കേട്ടോ. ഈ പാലം കടന്നു വേണം നമുക്ക് ഇനി അകത്തോട്ട് കയറാനായിട്ട്. അപ്പം നമ്മൾ നടന്നു പോകുന്ന നടവഴിക്ക് രണ്ട് സൈഡിലായിട്ടുമാണ് അവർ ചെടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെ, നല്ല കുറ്റിച്ചെടികളും തെറ്റിയും അതുകൂടാതെ തന്നെ ഒരുപാട് തൈ ചെടികൾ വച്ചിട്ടുണ്ട് കേട്ടോ. അതും ഓരോ കൂട്ടമായിട്ടാണ് വച്ചിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സും ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കലംപെട്ടി അങ്ങനെയുള്ള ഐറ്റംസും അതൊക്കെ ഒരുപാട് നമ്മുടെ കേരളീൻ്റെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൂടാതെ പിച്ചി, മുല്ല, തെറ്റി, പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഐറ്റത്തിൽ വരുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് ചെടികളാണ് കുറ്റിച്ചെടികൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്കും നല്ല ഡിസൈൻ ആയിട്ട് ചെയ്ത് നമുക്ക് പള്ളിയുടെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല രീതിയിലൊരു പാർക്കിൻ്റെയും വീടിൻ്റെ മുറ്റത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ഒഴിഞ്ഞു വരുമ്പോൾ നല്ല മനോഹരമായിട്ട് നിൽക്കും. അതുകൂടാതെ കുറ്റിത്തെറ്റിയും കലംപെട്ടി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റം ചെടികൾ, ഇതെല്ലാത്തിൻ്റെ തൈകളാണ് ഇവിടെ ചെടിച്ചട്ടിയിലാക്കി നല്ല മനോഹരമായിട്ട്, അതും ചെടിച്ചട്ടിയിൽ അഴുക്കൊന്നും വരാതെയാണ്. അപ്പോൾ അത് നല്ലത് കെയർ ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ വാങ്ങുന്ന രീതിയിലാണ് അവർ ചെയ്തത്. വാങ്ങാമെന്നുള്ള നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുന്ന രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. തറയിൽ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് അതിന് മീതെയാണ് കേട്ടോ ചെടി വെച്ചിരിക്കുന്നത്. അതെ, എല്ലാം അതുപോലെ തന്നെയാണ്. ആമ്പൽ വെള്ള ആമ്പൽ, അതുകൂടാതെ നോക്കി ആപ്പിൾ, നല്ല ഓറഞ്ച് പഴുത്ത് നിൽക്കുന്ന ഓറഞ്ച്. അതുകൂടാതെ ഇത് നമ്മുടെ സാധാരണ എല്ലാ ഗാർഡനിലും കാണാത്തൊരു ചെടിയാണ്. എന്തോ പേര്, നിക്കോടി, അങ്ങനെ ഒരു ടൈപ്പ് ചെടിയാണ്. പിന്നെ അതുകൂടാതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫലവൃക്ഷങ്ങളാണ് കേട്ടോ. നെല്ലി, പ്ലാവ്, മാവ് ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങൾ, ഇതെല്ലാം പൂത്ത് നിൽക്കുന്ന ഫലവൃക്ഷങ്ങളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അതുകൂടാതെ തെങ്ങും തൈയുണ്ട്, കമുകിൻ തൈയുണ്ട് ഇവിടെ. അങ്ങനെയുള്ള ഐറ്റംസും നമുക്കിവിടെ ലഭ്യമാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ബേക്ക് ഭാഗത്തോട്ടായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ അരിപ്പൂ, പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള പണ്ട് കാലങ്ങളിലൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടുള്ള ഒരുപാട് കുറ്റിച്ചെടികൾ. അതും കൂടാതെ നമ്മൾ ഇങ്ങനെ നടന്ന് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് എന്താണ് നമ്മുടെ ഒരു മ്യൂസിയത്തിൻ്റെയൊക്കെ മുമ്പേ ഇരിക്കുന്ന ടൈപ്പ് കുറ്റിച്ചെടി. പിന്നെ അതുകൂടാതെ കാക്കപ്പൂ പല കളർ, മാങ്ങാച്ചെടി വരെ ഉണ്ടായിരുന്നു. മാങ്ങാച്ചെടി, അതുകൂടാതെ ഇതും തെറ്റി ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഈ ചെടിയുടെ പേര് നമുക്ക് അറിയത്തില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. പിന്നെ ഇതും മറ്റേ റോസ, എന്താ ബോംബെ റോസ, ബാൽസം ചെടി. അതുകൂടാതെ ഇതെല്ലാം മോഡേൺ ഇൻഡോർ പ്ലാന്റ്സ്. ഇത് ഒരു ഷെഡിനകത്ത് ഇരിക്കുന്നതാണ് ഇനി നമ്മൾ കാണുന്നത് കേട്ടോ. നടന്നു പോയി നമ്മൾ ഷെഡിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അതായത് ഇത് വെള്ളം ഒരുപാട് വേണ്ടല്ലോ, അങ്ങനെ അവർ ഷെഡ് അടിച്ച് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുളപ്പിച്ചെടുക്കുന്നതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എല്ലാം കുഞ്ഞായിട്ട് തൈ മുളപ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഷെഡിനകത്താണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൂടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ വനങ്ങളിലൊക്കെ ഒരുപാടുണ്ടായിരുന്ന ഐറ്റം ഇതെല്ലാം ഇവിടെ ഗാർഡനിലുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗാർഡനുകളിൽ തന്നെ പോകണം. ഇപ്പം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ എങ്ങുമില്ല. അതാ ഓർക്കിഡ് നോക്കിയാൽ പൂത്തിരിക്കുന്നത്, ഓർക്കിഡ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഒരുപാടായിട്ട് നല്ല നല്ല കുറ്റിച്ചെടികൾ, ഇതൊക്കെ നോക്കി എന്ത് മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഐറ്റമാണ്. കണ്ടിട്ടുണ്ടോ? ഇവിടെ താഴത്തോട്ടിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തായിട്ട്. അത് അങ്ങനെയുള്ള ഒരുപാട് ഇതൊക്കെ മുളപ്പിക്കാൻ വേണ്ടി നിർത്തിക്കുന്നതാണ് കേട്ടോ. അവരോട് ഇവിടെ ഒരാളിനെ നിർത്തിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുളപ്പിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്, ചെയ്ത് തൈ മുളപ്പിക്കാൻ നോക്കുന്നതാണ്. ഇൻഡോർ പ്ലാന്റ്സുകൾ നോക്കി, മണി പ്ലാന്റ്, ഇൻഡോർ പ്ലാന്റ്, ഇതെല്ലാം ഇവിടെ ഷെഡിനകത്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് നമ്മുടെ കടലാസ് ചെടി, ബോൺസായി, ബോഗൻവില്ല. അതെ,
ബോഗൺവില്ല. അതിന് പ്ലാവ്, ചേമ്പും തൈ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിസൈൻ സാധാ ചേമ്പല്ല കേട്ടോ, ചേമ്പിൻ തൈകളാണ്. നമ്മളെ മോഡേൺ ചേമ്പിൻ തൈകൾ, നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളുള്ള ഐറ്റംസ്. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തയ്യനത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. ഞങ്ങളെ പല ഗാർഡനിലും പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് വീഡിയോ എടുത്തോ എന്ന് പറയും കേട്ടോ. പക്ഷേ ഇതിൻ്റെ അവിടെ നിൽക്കുന്ന സ്റ്റാഫോ ഓണറോ നമ്മളെ കൂടെയൊന്നും വരത്തില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അവരടുത്ത് നിൽക്കുന്ന ചെടികളുടെ പേരും റേറ്റും മാത്രമേ നമുക്ക് അങ്ങനെ പറഞ്ഞു തരത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പലതിൻ്റെയും റേറ്റും പേരും ഞങ്ങൾ ഈ വിട്ടു പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഉദ്ദേശം നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തൊരു ഗാർഡൻ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തുക എന്നതുള്ളതുകൊണ്ടാണ് കേട്ടോ. അതെ, നിങ്ങൾ നമ്മുടെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ വഴി കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഉദ്ദേശിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പേരറിയായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇവിടെ ഈ ഗാർഡനിൽ ആ ചെടിയുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. എല്ലാത്തിന്റെയും റേറ്റ് പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പൊ പരിചയപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. പക്ഷെ പിന്നീട് അങ്ങനെ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ വന്ന് നിന്ന് എല്ലാം പറഞ്ഞു തരണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും കേട്ടോ. പക്ഷെ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാം പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് പോവാനേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പറ്റത്തുള്ളൂ കേട്ടോ. ഇത് പ്രമോഷനൊന്നും കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാർഡൻ, ഞങ്ങളുടെ ഏരിയയിലുള്ള ഗാർഡൻ തിരുവനന്തപുരം ജില്ലയിലും ഞങ്ങൾ കാണുന്ന ഗാർഡൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അതെ, നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഗാർഡൻ. ഈ ഭാഗത്തൊക്കെ ഉള്ളവർ ഇനിയിപ്പോൾ പുതുതായിട്ട് വീട് വെക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് വന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വീട് വെക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ഒരു ലോഡ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവര്. അതെ അതെ അതെ, അത് നമുക്ക് അവരെ കുറ്റം പറയുന്നതല്ല കേട്ടോ. അല്ല, അങ്ങനെയല്ല, ഇത്രയും നടന്ന് അവര് അങ്ങനെ വന്ന് നമുക്ക് പറഞ്ഞ് തരത്തില്ല കേട്ടോ. അതാ ചിലപ്പോ വേറെ ആരും അങ്ങനെ വീഡിയോ എടുക്കുന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചത് തന്നെ തെറ്റിയാ, ചുവപ്പ് കളർ തെറ്റിയാണ് ഇവിടുന്ന് വാങ്ങിച്ചത് 30 രൂപയ്ക്ക്. അത് തന്നെ തെറ്റി തന്നെ പല വിലയിലുണ്ട്. 30 രൂപയ്ക്കുണ്ട്, 120 രൂപയ്ക്കുണ്ട്, 70 രൂപയ്ക്കുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ എല്ലാത്തിന്റെയും നമ്മൾ വീഡിയോ പട്ട് റോസ, പന്നീർ റോസ, പണ്ട് കാലത്തുണ്ടായിരുന്ന റോസകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന്റെയൊക്കെ കോഴിവാലൻ എന്ന് പറയുന്ന ഐറ്റം ചെടി, ഈ ഇലച്ചെടിയൊക്കെ നമ്മളെ വീട്ടിൽ നേരത്തെ മുൻപ് ഉണ്ടായിരുന്നതാണ്. ഈ ടൈപ്പ് ചെടികളല്ല. ഞങ്ങൾ പിന്നെ മാത്രമല്ല വിലകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ വീഡിയോ പറയുന്ന വില ആയിരിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഹൈലൈറ്റ് ആണ് ഗാർഡന്റെ അകത്തായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഒരു ഡിസൈൻ വർക്ക്. ഗാർഡൻ അകത്ത് ചെയ്തിരിക്കുന്ന മറ്റൊരു ഗാർഡൻ അല്ലേ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഗാർഡൻ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൻ്റെ മുറ്റം അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും. ഓറഞ്ചൊക്കെ കാച്ചു മറിഞ്ഞു, റോസ നിൽക്കുന്നുണ്ടോ, റോസ, അരിപ്പൂവ്. നമ്മൾ അരിപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുന്ന്. അരിപ്പൂ ഇതൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി ചെടി കൊണ്ടുകൊണ്ട് മീൻ ഓടിച്ചെന്നായിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തായിട്ട് അവർ ചെയ്തിരിക്കുന്ന സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഹാളിനകമൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ കാണുന്നത് ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സുകളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഒരുപാട് ആർട്ട് വർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ആർട്ട് വർക്കിലുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മളെ ഒരു രൂപങ്ങളും കാര്യങ്ങളൊക്കെ, അതെല്ലാം അവരോട് ചെയ്യുന്നുണ്ട്. അത് ആ ആർട്ട് വർക്കിൽ തന്നെ ചെടികൾ വയ്ക്കാൻ പറ്റുന്ന പരുവത്തിനുള്ള ചെടിച്ചട്ടികളും അവിടെ ഉണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ ചെടിച്ചട്ടി ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ അന്ന് ചെടിച്ചട്ടി കിട്ടിയില്ല. കാരണം ഓർഡർ അനുസരിച്ച് ആരൊക്കെ എടുത്തോണ്ട് പോയി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർക്കിഡിന്റെ കളക്ഷൻ ഉണ്ട്, നല്ല രീതിയിലുള്ള ഓർക്കിഡ് കളക്ഷൻ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ അവർ എത്തിച്ചു തരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ അവർക്ക് ഇപ്പൊ പൂവില്ലാത്തത് മഴയായത് കാരണമാണ് ഇതിന്റെ ഒന്നും പൂവില്ലാത്തത് കേട്ടോ. ഒരുപാട് ചെടികളുടെ പൂവ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. തൈ നിൽപ്പുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് ഐറ്റം നല്ല ഇൻഡോർ പ്ലാന്റ്സും മണി പ്ലാന്റ്സും കൂടെ ഉണ്ട്. ഇവിടെയൊക്കെ ഇതുപോലെയുള്ള ഗാർഡനിലൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ അത് സെറ്റ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ കൂടി കിട്ടും കേട്ടോ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ചിലപ്പോൾ എങ്ങും പോയിട്ട് കിട്ടാത്ത ചെടികൾ, നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ചെടികൾ ഞങ്ങളുടെ വീഡിയോ കൂടെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്തിടുന്നത്. വെറൈറ്റി ചെടികൾ എന്ത് ഭംഗിയാ കാണാനായിട്ട്. അത് പൂവുണ്ട് കേട്ടോ. ഇതൊക്കെ സാധാരണ രീതിയിൽ പണ്ട് കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് നാടൻ പ്രദേശങ്ങളിലൊക്കെ. ഇപ്പോഴൊക്കെ ഇപ്പോഴും ഏകദേശമൊക്കെ അത് ആയി വരുന്നുണ്ട്. എല്ലാ ചെടികളും ആൾക്കാരങ്ങനെ നട്ടു വളർത്തും. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ എല്ലായിടത്തും പണ്ട് കാലങ്ങളിൽ കണ്ടിട്ടുള്ളത്. നല്ല
നല്ല മനോഹരമായിട്ടുള്ള കുറേ ചെടികൾ. അതുണ്ടോ, ഇതൊക്കെ എന്ത് ഭംഗിയാ കാണാനായിട്ട്, നല്ല രസമുണ്ട്. അതുപോലെ ഓരോ ചെടിക്കും അതിൻ്റെതായ അതിൻ്റെതായ ഭംഗിയുണ്ട്. നമ്മുടെ ഗാർഡൻസ് ഒരുപാട് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് വനപ്രദേശങ്ങളിൽ ഇത് പണ്ട് കാലങ്ങളിൽ കണ്ടിട്ടുള്ള ഒരുപാട് ചെടികൾ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയൊക്കെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ചെടികൾ പരിചയപ്പെടുത്തി കൊടുക്കാനും നമുക്ക് കഴിയുമല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കാക്കപ്പൂ എന്ന് പറയുന്ന ആ ഐറ്റം വരെ അത് പണ്ട് കാലങ്ങളിൽ വനപ്രദേശങ്ങളിൽ വേറെ ആർക്കും വേണ്ടാതെ കളഞ്ഞിരുന്ന ചെടി ഐറ്റംസ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാതെ വെറുതെ വേലിയിലൊക്കെ പൊടിച്ചു നിൽക്കുന്ന പേരെന്താ പറഞ്ഞാല്, പേര് വിട്ടുപോയി, ചെമ്പകം പേരുണ്ടായിരുന്നു. എന്താണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ ഗാർഡനിലെ കാഴ്ചകൾ. അത് ഇത്തരം ഗാർഡനിൽ പോയി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും കണ്ണിനൊക്കെ ഒരു കുളിർമയാണ് കേട്ടോ. ഒരുപാട് ഐറ്റം, ഇതൊക്കെ കൂടിയ ഐറ്റമാണ് കേട്ടോ. പല ടൈപ്പാണ്, റേറ്റ് വില വ്യത്യസ്തമാണ് കേട്ടോ ഓരോന്നിൻ്റെയും. പിന്നെ ഇവിടെ നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മുടെ വഴിക്കൂടെ ഇറങ്ങി വരുന്ന വഴിക്ക് ഒരിടത്ത് കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ ഡിസൈൻ വർക്ക് പോലെ കുറേ കണ്ടോ, നമ്മുടെ കരിങ്കല്ലിട്ടൊക്കെ ചെയ്തതിന് ശേഷം ഒരു വേറൊരു രീതിയിലുള്ളൊരു മോഡൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മുറ്റം ഇങ്ങനെയും ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡിസൈൻ അവർ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. ചെടി കൊണ്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാമെന്ന്. ഞാൻ വെറും പ്ലാസ്റ്റിക് കൊണ്ട് തറ പരത്തിയതിന് ശേഷം ഇനി നമുക്ക് കല്ല് പാവാനൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെയും ചെയ്യാം. അതാണ് വീട് മുറ്റം. നമുക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് വീടിൻ്റെ മുറ്റം വൃത്തിയാക്കാൻ ഇങ്ങനെയും പറ്റും. കലം വെട്ടി, പിന്നെ ബോഗൺവിൽ തെറ്റി. അപ്പോഴേ കളപ്പറ ഗാർഡനിലെ വീഡിയോസ് എല്ലാം നമ്മളിതാ എടുത്ത് മാക്സിമം എല്ലാം എടുത്തിട്ടുണ്ട്. മഴ കാരണം കുറേ പൂക്കളൊക്കെ, അതെ മഴ കാരണം പൂക്കളൊക്കെ കുറവാണ്. എന്നാലും വളരെ മനോഹരമായ രീതിയിൽ അവർ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് സെലക്ട് ചെയ്തതേ, അതെ ചെടികളൊക്കെ പിരിച്ചൊക്കെ നട്ടുണ്ടാക്കി ഇരിക്കുന്നല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഈ സൈക്കോ സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റിന് ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അടുത്തൊരു ഗാർഡനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.